കഥ തുറക്കും. വീടിന്റെ പ്രിയങ്ങളെ, അമ്മ കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മുത്തിനെ കൊണ്ടാക്കിയിട്ട് നമ്മൾ വന്ന് കയറി ബ്രഷ് ചെയ്തു. ഭയങ്കര തലവേദനയുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ വിചാരിച്ചു ഒരു കടുപ്പത്തിലൊരു തേയിലവെള്ളം ഇട്ട് കുടിച്ച് മരുന്നൊക്കെ കഴിച്ചിട്ട് കുളിക്കാം എന്ന് വിചാരിച്ചാട്ടോ. കഴിക്കാൻ വാങ്ങിച്ചുകൊണ്ട് വന്നു, പൊറോട്ട വാങ്ങിച്ച്. അപ്പൊ മോനുകുട്ടൻ കഴിക്കാൻ പോവാണ്. മോനുകുട്ടൻ ബ്രഷ് ചെയ്തു, ഫ്രഷായി കഴിക്കുവാണ്. ഞാൻ ബ്രഷ് ചെയ്തിട്ട് വന്നു. ഇനിയിപ്പോ തേയിലവെള്ളം ഇട്ട് കുടിക്കാൻ പോട്ടോ. അപ്പോ യാത്ര അങ്ങോട്ടുള്ളത് അതിനെ കിടത്തി കളഞ്ഞു. ഇങ്ങോട്ടുള്ളത് അത്രയും പ്രശ്നമില്ലെങ്കിലും തലവേദനയുണ്ട്. എന്നാലും കുഴപ്പമില്ല എന്ന് പറയാം. അപ്പോൾ മുത്തിന് ഇന്ന് ക്ലാസ് ഉണ്ട്. 2 ദിവസം കൂടെ അവർക്ക് കോളേജുമായിട്ട് കുറച്ച് കാര്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഓറിയന്റേഷൻ ക്ലാസ് ഒക്കെയാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് റെഗുലർ ക്ലാസ് ഒക്കെ തുടങ്ങുന്നത്. അപ്പൊ രാവിലെ മുത്ത് പോയിട്ടുണ്ടാവും. ഞാൻ വിളിച്ചപ്പം പോകാൻ റെഡി ആകുമായിരുന്നു. ഇനിയിപ്പോ നമ്മള് എന്താ പറയുന്നേ, ഇന്നിനിയിപ്പൊ ഞാൻ ജോലിക്ക് പോകുന്നില്ല. ഞാൻ നാളെ തൊട്ട് ജോലിക്ക് പോകുന്നുള്ളൂ. ഇന്ന് കുറച്ച് തുണികളൊക്കെ കഴുകാനുള്ളതെല്ലാം കഴുകി വെക്കണം. പിന്നെ കുറേ ജോലികൾ, അല്ലറ ചില്ലറ പണികളൊക്കെ നമ്മൾ വാരിയിട്ടിട്ട് പോയതൊക്കെ ഒന്ന് അടുക്കി പെറുക്കി ഒതുക്കി വെക്കണം. അങ്ങനെ കുറെ പണികളൊക്കെ വീടിനകത്തുള്ളതൊക്കെ അങ്ങ് ചെയ്ത് തീർത്ത് ഒന്ന് റെസ്റ്റൊക്കെ എടുത്തിട്ട് നാളെ ജോലിക്ക് പോകാമെന്ന് വിചാരിച്ചു. കൊണ്ടുപോയ തുണികൾ അതെല്ലാം ഒന്ന് വാഷ് ചെയ്തൊക്കെ ഇട്ട് അങ്ങനെ കുറച്ച് പണികളൊക്കെ ഉണ്ട്. അതൊക്കെ തീർത്തിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുക്കാം ഇന്ന് എന്നാണ് വിചാരിക്കുന്നത്. പണികളൊക്കെ എങ്ങനെ തീർക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാലും നോക്കാം, തീർത്തേ പറ്റത്തുള്ളൂ. അങ്ങനെ എൻ്റെ പ്രിയങ്ങൾ ഒരുപാട് പേര് പ്രാർത്ഥനകളും ആശംസകളും ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരോടും സ്നേഹം. പിന്നെ എന്താണ് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, മുത്തിന്റെ കോളേജില് മുത്തിന്റെ മലയാളം, നമുക്ക് സെക്കൻഡ് ലാംഗ്വേജ് മലയാളമോ ഹിന്ദി കന്നഡ ഏതെങ്കിലും എടുക്കണം. അപ്പൊ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചർ നമ്മുടെ വീഡിയോസ് ഒക്കെ കാണുന്നതാണ്. അപ്പൊ ടീച്ചർ വന്ന് കണ്ട് സംസാരിച്ച കാര്യം ഞാൻ സന്തോഷം ഷെയർ ചെയ്തായിരുന്നു. പിന്നെ അവിടെ വെച്ച് കുറെ അമ്മമാരെയൊക്കെ പരിചയപ്പെട്ടു. അവരൊക്കെ നമ്മുടെ വീഡിയോസ് കാണുന്നവരാണ്, മലയാളികളാണ്. അപ്പൊ അതൊക്കെ ഒരു വലിയ ആശ്വാസമായിട്ട് തോന്നി. അപ്പൊ ഇനിയിപ്പോ ബാക്കിയെല്ലാം ദൈവത്തിന്റെ കയ്യിൽ സമർപ്പിച്ച് മുന്നോട്ട് പോവാണ്. എന്റെ പ്രിയങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് അറിയാം. എന്നാലും ഞാൻ പറയുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പൊ ഇനി ഞാൻ ഇത്തിരി തേയിലവെള്ളമൊക്കെ ഇട്ട് കുടിച്ച് മരുന്നൊക്കെ കഴിച്ചൊന്ന് കുളിച്ചൊന്ന് ഫ്രഷ് ആവട്ടെ. എന്നിട്ട് ബാക്കി പണികളൊക്കെ തീർക്കാം. ചിക്കനിലേക്ക് ഇത്തിരി ചോറ് വെക്കണം. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ തീർക്കട്ടെ കേട്ടോ. പിന്നെ തുണി കഴുകാനും. മഴയാണ് ഇവിടെ. നമ്മൾ പോയാൽ അന്ന് തൊട്ട് ഇവിടെ നിർത്താതെ മഴയാന്ന് പറഞ്ഞു. ഇപ്പൊ ഞങ്ങൾ വന്ന വഴിക്കെല്ലാം മഴയായിരുന്നു. ഇപ്പോഴും മഴ പെയ്യുന്നുണ്ട്, ചാറുന്നുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പൊ ഞാൻ കഴിക്കട്ടെ. ഞാനും ഒരു പൊറോട്ട എടുത്തു. ചിക്കൻ കറിയാ വാങ്ങിച്ചത്. പാല് വാങ്ങിച്ചത് ഇരിപ്പില്ല കേട്ടോ. പാല് വാങ്ങിക്കാൻ നമ്മൾ ഓട്ടോയ്ക്ക് വന്നോണ്ട് അങ്ങ് നിർത്താനും പറ്റിയില്ല. പിന്നെ തൽക്കാലം തേയില വെള്ളത്തിൽ ആശ്വസിക്കാം. കുടിക്കാനുള്ള വെള്ളമൊക്കെ തിളപ്പിച്ച് വെച്ചു, കഴിച്ചു, ഗുളിക കഴിച്ചു. പിന്നെ കുക്കറിനകത്ത് ഞാൻ ഇച്ചിരി അരിയിട്ട് ചോറ് വെക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മറ്റേ റൈസ് കുക്കറിനകത്ത് വെച്ചാൽ ഞാൻ താമസിക്കത്തില്ല, അതുകൊണ്ട് കുക്കറിനകത്ത് വെച്ചു. പിന്നെ ഉച്ചയ്ക്ക് കറികളൊന്നും വെച്ചില്ല കേട്ടോ. ചമ്മന്തിപ്പൊടി ഇരിപ്പുണ്ട്. പിന്നെ രാവിലത്തെ പൊറോട്ടയുടെ കൂടെ മേടിച്ച ചിക്കൻ ഇച്ചിരി കറി ഇരിപ്പുണ്ട്. പിന്നെ ഒരു ഉരുളക്കിഴങ്ങ് വല്ലതും മെഴുക്കോട്ട് വെക്കാം എന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. 12:30 ചോറ് വെന്തിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് അങ്ങോട്ട് വെക്കാം എന്ന് വിചാരിച്ചു. മഴയാണ്, ഭയങ്കര മഴയാണ്, കറണ്ടില്ല. അതുകൊണ്ട് നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് കുറച്ച് തുണികൾ വാരി ഇട്ട് നിറച്ച് സോപ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചു. പക്ഷെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓണാക്കിയില്ല. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നോക്കാം. എന്തായാലും അത്യാവശ്യത്തിനുള്ളത് ഇട്ടുള്ളൂ, ബാക്കിയെല്ലാം അവിടെ വെച്ചേക്കുന്നുള്ളൂ. കുറേശ്ശെ കഴുകി ഇടാവുന്നു. മോനുകുട്ടൻ്റെ യൂണിഫോം ഒക്കെ ഞാൻ അതിനകത്തോട്ട് അങ്ങ് ഇട്ട് കഴുകാൻ വേണ്ടിയിട്ട്. അപ്പോൾ
വേറെന്തുവാ, ഇനിയിപ്പോ മോനുകുട്ടനെ വൈകിട്ട് 4 മണിക്ക് ട്യൂഷൻ, 2-3 ദിവസം അതിന് ട്യൂഷനൊക്കെ വിട്ടിട്ട്, അപ്പൊ വൈകിട്ട് വിടണമെന്ന് കണ്ടിരിക്കാം. മഴയുടെ പരുവം പോലെ ഇരിക്കും. പിന്നെ ഫോണിനകത്ത് എന്തൊക്കെയോ നെറ്റ്വർക്കിന്റെ പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് വീഡിയോ ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയില്ല കേട്ടോ. അതുകൊണ്ട് കുറെ താമസിക്കത്തേ ഉള്ളൂ വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. എന്റെ പ്രിയങ്ങളൊക്കെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നതിന് മറുപടി ഒന്നും തരാൻ എനിക്ക് അതാണ് പറ്റാത്തത് കേട്ടോ. ഞാന് അത് ശരിയാകുന്ന മുറയ്ക്ക് വീഡിയോ ഇടാം. ഇന്ന് മോനുകുട്ടന്റെ സ്പെഷ്യലാണ് ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി കേട്ടോ. ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി വെക്കണമെന്ന് പറഞ്ഞ് കൊറേ ദിവസം കൊണ്ട് വഴക്കാണ്. മുട്ട വറക്കണ്ട അമ്മയ്ക്ക്, വേണ്ട വേണ്ട. തീ കുറയ്ക്ക്. അപ്പൊ ഇന്ന് മോനുകുട്ടന്റെ ആഗ്രഹം അങ്ങ് സാധിച്ചോട്ടെന്ന് ഓർത്തു. ഞാനിവിടെ ഉണ്ടല്ലോ. അപ്പൊ തീ കുറച്ചു, അത് കരിയുന്നു. അതുകൊണ്ട് ഇന്ന് മോനുകുട്ടന്റെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി എങ്ങനെ ഉണ്ടെന്ന് പറയാട്ടോ. മോനുകുട്ടൻ ഉരുളക്കിഴങ്ങ് മുട്ടയും ഒക്കെ ഇതുപോലെ ഒരു ഐറ്റം ഉണ്ടാക്കി തന്നു കേട്ടോ. സവാളയൊക്കെ അതിന്റെ കൂട്ടത്തിൽ അരിഞ്ഞിട്ട് എനിക്ക് ഈ സവാളയും ഇതെല്ലാം കൂടെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ തന്നു. സൂപ്പറായിട്ടുണ്ട്. പിന്നെ ഒരേ ഒരു പ്രശ്നം, ഇച്ചിരി ഉപ്പ് കുറവാണെന്നേ ഉള്ളൂ കേട്ടോ. ബാക്കിയെല്ലാം ഓക്കെയാണ് എൻ്റെ മോനുകുട്ടൻ്റെ ഫുഡ്. അപ്പം ഞങ്ങൾ ഇതും കൂട്ടി ചോറുണ്ടിട്ട് നമുക്ക് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുക്കാം. കറണ്ട് വന്നു. അപ്പം ഞാൻ തുണികളൊക്കെ വാഷിംഗ് മെഷീനകത്തോട്ട് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് റെസ്റ്റ് എടുത്ത് നമ്മൾ ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേറ്റ് വരുമ്പോഴത്തേക്കും നമ്മുടെ തുണികളൊക്കെ കഴിയും. പിന്നെ വൈകിട്ട് മോനുകുട്ടനെ ട്യൂഷന് വിടണം. അങ്ങനെ ഇന്നത്തെ അമ്മ കൊണ്ടുപോവാ ട്യൂഷൻ. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങ് പോകും. നാളെ പതിവ് പോലെ ജോലിക്ക് പോകണം. മോനുകുട്ടനെ സ്കൂളിൽ വിടണം. അങ്ങനെയൊക്കെ വീണ്ടും. ഇന്ന് എനിക്ക് മോനുകുട്ടനാ ചോറ് വിളമ്പുന്ന കേട്ടോ. കുറച്ച് മതി അമ്മയ്ക്ക്, മതിയേ. മോനുകുട്ടന്റെ സ്പെഷ്യൽ ഉരുളക്കിഴങ്ങ് മുട്ട. മതി പോന്നെ, മതി. ഇച്ചിരി എടുക്ക്. അത് മതി. എടുത്തത് മതി. കഷ്ണം അധികം വേണ്ട. നമ്മൾ രാവിലെ വാങ്ങിയ ചിക്കൻ കറി മതിയാക്കളെ. ചമ്മന്തിപ്പൊടി വേണം. ഇമ്മിണി ചമ്മന്തിപ്പൊടിയും കൂടി ഇട്ടാൽ നമ്മുടെ ഉച്ചക്കലത്തേടം റെഡിയായി. മതി. ഞങ്ങൾ കഴിക്കട്ടെ. ഞാൻ മോൻകുട്ടിയോടെ കഴിക്കട്ടെ. മുത്തിനെ വിളിച്ചു. മുത്ത് ഉച്ചയ്ക്ക് കോളേജിൽ നിന്ന് വീട്ടിലോട്ട് പോവാണ് ഫുഡ് കഴിക്കാൻ. ഉച്ച കഴിഞ്ഞ് ചിലപ്പോഴേ പോകുള്ളൂ. അപ്പം അവിടെ പ്രോഗ്രാം ഉച്ച കഴിഞ്ഞുള്ളതിന് ഇരിക്കുന്നില്ല. റെസ്റ്റ് എടുക്കണം. കുറച്ച് ദിവസമായാലും ഉറക്കമൊക്കെ ഒന്നും ശരിയാവുന്നില്ലായിരുന്നു. അപ്പം ഉച്ച വരെ കോളേജിൽ പോയി. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ വീട്ടിലോട്ട് പോവാണെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് വരുവാണ്. ഓരോറക്കമൊക്കെ കഴിഞ്ഞെഴുന്നേറ്റ് ഞാനും മോനുകുട്ടനും കൂടി വന്ന് കാപ്പിയൊക്കെ ഇട്ട്, അമ്മ പാലെടുത്തിട്ട് വന്ന്, നമ്മൾ വീട്ടിൽ മേടിച്ചിട്ടില്ലായിരുന്നല്ലോ, അമ്മയുടെ അടുക്ക് ഇരിപ്പുണ്ടായിരുന്നു, അതെടുത്തിട്ട് വന്ന്. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരുടെ ഓരോ കാപ്പിയൊക്കെ ഇട്ട് കുടിച്ച് അവിടെ ഇരുന്ന് തുണിയൊക്കെ എടുത്ത് വിരിച്ചു. രാത്രിയായി. ഞങ്ങൾ അത്താഴമൊക്കെ കഴിക്കാൻ പോവാണ്. മോനുകുട്ടനാണെന്ന് എനിക്ക് ചോറ് വിളമ്പിയത് കേട്ടോ. ഉച്ചയ്ക്ക് തന്നെ മോനുകുട്ടൻ ഉണ്ടാക്കിയ ഉരുളക്കിഴങ്ങ് മുട്ടയൊക്കെ തീർന്നായിരുന്നു. അപ്പോൾ ഞാനൊരു ഉരുളക്കിഴങ്ങ് എടുത്ത് മെഴുക്കുവരട്ടി വെച്ചു. ഇച്ചിരി ചമ്മന്തിപ്പൊടിയും പിന്നെ ചിക്കൻ കറിയുടെ ഇച്ചിരി ഇരിപ്പുണ്ടായിരുന്നു. അത് കൂട്ടി അത്താഴം കഴിക്കാൻ പോവാട്ടോ. പതിവ് പോലെ എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് വയനാട്ടിലെ ദുരന്തം അനുഭവിക്കുന്ന എല്ലാ സഹോദരങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഷ്ടപ്പെടൽ എന്നും നഷ്ടപ്പെടൽ തന്നെയാണ്. ഇനി പ്രാർത്ഥന കൊണ്ട് എന്താണ് ഫലമെന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാട്ടോ. ആ ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രയായിരുന്നു എന്ന് നമ്മൾ നാട്ടിൽ വന്നു കഴിഞ്ഞ് ന്യൂസൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എന്തായാലും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു. നമുക്കിനിയും അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. കൊച്ചു കൊച്ചു വീട്ടുവിശേഷങ്ങളുമായി വീണ്ടും കാണാമേ.